നമ്മുടെ ചാനൽ വഴി ഒട്ടനവധി ക്രൈം സീരീസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു ക്രൈം ലോകത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രൈം പാറ്റേൺ നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവും, പക്ഷെ വളരെ കുറവായിരിക്കുമെന്നത് ഉറപ്പാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് മറ്റെങ്ങുമല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തെലങ്കാനയിലാണ്. അതിക്രൂരമാണോ ഈ കൊലപാതകം എന്നുള്ളത് നിങ്ങൾ മുഴുവനായി കേട്ട് കഴിഞ്ഞ ശേഷം മാത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രൈം ഡിറ്റക്റ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് രബിൻ. പ്രിയപ്പെട്ടവരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും ലൈക്കും കമന്റും തരാനും മടി വിചാരിക്കില്ലേ. സംഭവം നടക്കുന്നത് തെലങ്കാനയിലെ ജിലാൽഗുണ്ട് ജില്ലയിലെ മീർപേട്ടിലുള്ള ന്യൂ വെങ്കടേശ്വര കോളനിയിലാണ്. അവിടെ ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപ് 2020 ഗുരുമൂർത്തിയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മാധവിയും താമസിക്കാൻ വരുന്നത്. അവർക്ക് 2 കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു വാടക വീട്ടിലായിരുന്നു അവരുടെ താമസം. വളരെ സന്തോഷകരമായിട്ട് ജീവിതം നയിച്ചു പോയിരുന്ന ദമ്പതിമാരായിരുന്നു അവർ. ഗുരുമൂർത്തി ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിലെ, അതായത് DRDയിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തു വരുന്നത്. ഗുരുമൂർത്തിക്ക് 45 വയസ്സും മാധവിക്ക് 35 വയസ്സുമാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലെ വിഷു, ഓണമൊക്കെ പോലെ ഈ തെലങ്കാനയിലും ആന്ധ്രയിലൊക്കെ വലിയൊരു ഉത്സവമാണ് സംക്രാന്തി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. അന്നേ ദിവസം, അതായത് 2025 ജാനുവരി 14 ആയിരുന്നു സംക്രാന്തി. തങ്ങളുടെ കൊച്ചു വീട്ടിലെ ആഘോഷങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഗുരുമൂർത്തിയും മാധവിയും ഒപ്പം തന്നെ 2 കുഞ്ഞുങ്ങളും കൂടി ഷോപ്പിങ്ങിനൊക്കെ പോയി ഒരു സിനിമയൊക്കെ കണ്ട ശേഷം മാധവിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ മാധവിയുടെ വീട്ടിൽ ചെന്ന് ഈ ആഘോഷങ്ങളിലെല്ലാം പങ്കെടുത്ത ശേഷം പോരാൻ നേരത്ത് കുട്ടികൾ പറഞ്ഞു, എന്തായാലും ഞങ്ങൾക്ക് സ്കൂൾ കുറച്ച് ദിവസത്തേക്ക് അവധിയല്ലേ, അങ്ങനെയെങ്കിൽ ഞങ്ങൾ കുറച്ച് ദിവസം മുത്തശ്ശിയുടെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് അച്ഛനോടും അമ്മയോടും ആയിട്ട് ചോദിക്കുകയാണ്. ആ കുട്ടികളുടെ ആഗ്രഹത്തിന് അവർ 2 പേരും എതിരൊന്നും പറഞ്ഞില്ല. അന്നേ ദിവസം തന്നെ ഗുരുമൂർത്തിയും മാധവിയും കൂടി തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അവർ മടങ്ങി 18-ാം തീയതി, അതായത് ഇവർ വന്നു പോയതിന്റെ 4ാമത്തെ ദിവസം അതിരാവിലെ തന്നെ ഗുരുമൂർത്തിയുടെ ഒരു ഫോൺ കോള് ഈ മാധവിയുടെ അമ്മയുടെ ഫോണിലേക്ക് വരികയാണ്. മാധവിയുടെ അമ്മ വിചാരിച്ച് കുട്ടികളെ വിശേഷം തിരക്കാൻ വേണ്ടി ആയിരിക്കുമെന്നാണ് കരുതിയത്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഗുരുമൂർത്തി ഒരു കാര്യം എടുത്ത വഴിക്ക് തന്നെ ചോദിക്കുന്നത്. ഗുരുമൂർത്തി ചോദിച്ചത്, അമ്മേ, മാധവി അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഈ മാധവിയുടെ അമ്മ വളരെ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഞെട്ടിപ്പോകാനുള്ള ഒരു കാരണം, ഗുരുമൂർത്തിയും മാധവിയും ഒന്നിച്ചാണല്ലോ, പിന്നെ എങ്ങനെയാണ് അവൾ ഇവിടെ വരിക എന്നുള്ള ചിന്തയോടുകൂടി അവർ ചോദിക്കുകയാണ്. ഇല്ല, ഇവിടെ വന്നിട്ടില്ല, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് ഗുരുമൂർത്തി പറയുന്നത്, ഇന്നലെ ഞങ്ങൾക്കിടയിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. എന്നോട് പിണങ്ങി ഫോണും എടുത്തുകൊണ്ട് അവൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അവൾ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും എന്നാണ്. ഫോണിൽ പലതവണ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരു പക്ഷേ ദേഷ്യം മാറിക്കഴിയുമ്പോൾ കുട്ടികളെ കൊണ്ട് അവൾ മടങ്ങി വരുമെന്നാണ് വിചാരിച്ചത്. ഇത്ര നേരമായിട്ടും കാണാതെ ആയപ്പോൾ എനിക്ക് ടെൻഷൻ ആവുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഗുരുമൂർത്തിയും അതേസമയം തന്നെ മാധവിയുടെ അമ്മയും 2 പേരും ഒരേ രീതിക്ക് ടെൻഷൻ അടിക്കുകയാണ്. മാധവിയുടെ അമ്മ ഒട്ടും സമയം കളയാതെ തന്നെ ഗുരുമൂർത്തിയുടെയും തന്റെ മകളായിട്ടുള്ള മാധവിയുടെയും വീട്ടിലേക്ക് വരികയാണ്. അവിടെ വന്നപ്പോൾ ഗുരുമൂർത്തി തന്റെ ബന്ധുമിത്രാദികളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ, എന്തെങ്കിലും മാധവിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലായിടത്തും കിട്ടിയ മറുപടി മാധവിയെ കുറിച്ച് അവർക്ക് ആർക്കും ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഗുരുമൂർത്തിയും മാധവിയുടെ അമ്മയും തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച ശേഷം 2 പേര് ടെൻഷൻ അടിച്ചുകൊണ്ട് നേരെ മീർപേട്ടിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു പരാതി കൊടുക്കുകയാണ്. നമുക്കറിയാം, സാധാരണ രീതിക്ക് ഒരു മിസ്സിംഗ് കേസ് കംപ്ലൈന്റ് ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവര് ഒരു ആക്ഷൻ ഒന്നും സ്വീകരിക്കില്ല പോലീസുകാർ. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ എന്തുകൊണ്ടോ ഈ കേസ് വന്നതും പോലീസുകാർ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ കേസിനെ കാണുകയാണ്. അവർ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ഇവരോട് ചോദിച്ചറിയുകയാണ്. അപ്പൊ ഗുരുമൂർത്തി പറഞ്ഞു, ഞാനും മാധവിയും തമ്മിൽ സംസാരിച്ചിരുന്നപ്പോൾ ചെറിയൊരു വഴിക്കിലേക്ക് പോയി. പിന്നീട് അവൾ ഫോണും എടുത്തുകൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ട ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ എത്ര വട്ടം വിളിച്ചിട്ടും അവൾ തിരിച്ചു വന്നില്ല. പിന്നീട് ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ വീട്ടിലുണ്ടാവും. എന്നോടുള്ള ദേഷ്യം കാരണം പിറ്റേ ദിവസം മടങ്ങി വരുമെന്നുള്ള ധാരണയിലാണ് ഞാൻ ഇരുന്നത്. അമ്മയെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് മാധവി വീട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതെന്നും അയാൾ കൂട്ടിച്ചേർക്കുകയാണ്. ഇത് കേട്ടതും ഗുരുമൂർത്തിയുടെ കയ്യിൽ നിന്നിട്ട് മാധവിയുടെ നമ്പർ മേടിച്ചിട്ട് അത് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതിനുശേഷം ആ പോലീസുകാർ ചെയ്തത് നേരെ മാധവിയുടെ അമ്മയെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ ഒരു കാര്യം പറയണ്ടായി, സാറേ, എന്റെ മോൾ അങ്ങനെയൊന്നും ഇറങ്ങിപ്പോകുന്ന ഒരാളല്ല. പെട്ടെന്നൊരു ദേഷ്യം വന്നാലൊന്നും അവൾ ഇറങ്ങിപ്പോവില്ല. എനിക്ക് എന്റെ മരുമകനിൽ സംശയമുണ്ട്. അങ്ങനെ സംശയം തോന്നാൻ കാരണം എന്ന് പറയുന്നത് സമീപകാലത്തായിട്ട് മകളുടെയും മരുമകന്റെയും ഇടയിൽ ചെറിയ അസ്വാരസ്യങ്ങളും വഴുക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറയുകയാണ്. ഈ സ്ത്രീയുടെ മൊഴി മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ പോലീസുകാർ നേരെ ഗുരുമൂർത്തിയുടെയും മാധവിയുടെയും വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് അന്ന് നടന്ന എന്താണെന്ന് വീണ്ടും വിശദമായി ചോദിച്ച ശേഷം ഏത് റൂട്ടിലൂടെയാണ് അവൾ പോയെന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ ഗുരുമൂർത്തി അവൾ നടന്നുപോയ റോഡ് കാണിച്ചു കൊടുക്കുകയാണ്. ആ റോഡിന്റെ വശത്തുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും പോലീസ് വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ 2 ദിവസങ്ങൾക്ക് മുൻപ് മാധവ് വീട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളുണ്ട്. അതിനുശേഷം ഒരു തരത്തിലുള്ള ആക്ടിവിറ്റികളും മാധവിയുടെ ഭാഗത്തുനിന്നില്ല. അപ്പോൾ മറ്റുള്ള വശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളും എല്ലാം തന്നെ പോലീസ് കളക്ട് ചെയ്തെങ്കിലും അതിലൊന്നും മാധവിയുടെ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റികളുമില്ല. എന്നാൽ ഈ ഗുരുമൂർത്തി സാധാരണയിൽ അധികമായിട്ട് പുറത്തേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ CCTVകളിൽ പോലീസിന് കാണാൻ സാധിച്ചു. ഇതിൽ വല്ലാത്ത സംശയം തോന്നിയ പോലീസ് ഈ ഗുരുമൂർത്തിയെ ഒരു പോലീസ് ഭാഷയിൽ ശാരീരികമായിട്ടുള്ള മർദ്ദനങ്ങളൊന്നുമില്ലാതെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനിങ്ങിലേക്ക് ആരംഭിക്കുകയാണ്. പല രീതിക്കുള്ള സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ കടന്നുപോയ ഈ ക്വസ്റ്റ്യനിങ്ങിന്റെ അവസാന ഘട്ടത്തിൽ അവർക്ക് മനസ്സിലാവുകയാണ് ഈ അരങ്ങേറിയിരിക്കുന്നത് വലിയൊരു കൊലപാതകമാണെന്ന്. ആ കൊലപാതകത്തെക്കാൾ പോലീസുകാരെ അതിശയിപ്പിച്ചത് അതിനുശേഷം നടന്ന സംഭവങ്ങളായിരുന്നു. ഗുരുമൂർത്തിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അന്നേ ദിവസം, ആ സംക്രാന്തി ദിവസം 2025 ജാനുവരി 14 നമ്മൾ പറഞ്ഞിരുന്നു ഇവര് സിനിമയൊക്കെ കാണാൻ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തി വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് മാധവിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ അങ്ങനെ വീട്ടിലെല്ലാം പോയി തിരിച്ചവർ വീട്ടിലെത്തി. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞ് 16-ാം തീയതി, അതായത് 14-ാം തീയതി തിരിച്ചു വന്ന് 16-ാം തീയതി ജോലിക്ക് പോവാൻ ഗുരുമൂർത്തി ഒരുങ്ങുന്ന സമയത്ത് മാധവി അയാളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, കുട്ടികളെ കൊണ്ടാക്കിയിട്ട് 2 ദിവസമായില്ലേ, അവരെ വിളിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജോലിക്ക് പോകണം, നീ തന്നെ കൂട്ടിക്കൊണ്ട് വരൂ എന്ന് പറയുകയാണ്. എടുത്ത വഴിക്ക് മാധവി പറഞ്ഞത്, പിന്നെ പോക്ക് കണ്ടാ തോന്നും ഏതാണ്ട് കളക്ടർ ഉദ്യോഗമാണെന്ന്, അവിടെ സെക്യൂരിറ്റി ജോലിക്കല്ലേ പോണേ, കുട്ടികളെ കൊന്നിട്ട് പോയാൽ മതി എന്ന് പറയാണ്. താൻ വളരെയധികം ബഹുമാനപൂർവ്വം കാണുന്ന ജോലിയെ ഈ സ്ത്രീ ഒരു നിമിഷം കൊണ്ട് വളരെ ചെറുതാക്കി കളഞ്ഞപ്പോൾ, അത്ര നാളും തന്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അന്നം കഴിച്ചിട്ട് ആ ജോലിയെ പുച്ഛിച്ചപ്പോൾ അത് ഈ ഗുരുമൂർത്തിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല. ഒരു നിമിഷം അയാളില് കോപാഗ്നി കത്തിപ്പടരുകയാണ്. അതിന്റെ പരിണിത ഫലമായിട്ട് മാധവിയെ അയാൾ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അപ്പോഴത്തെ കോപത്തില് അയാൾ കാര്യമായി തന്നെ അടിച്ചു. കുറച്ച് സമയത്തിന് ശേഷം തളർന്ന് നിലത്ത് വീണ മാധവി രക്തമൊലിപ്പിച്ചുകൊണ്ടാണ് അവിടെ കിടന്നിരുന്നത്. ഈ ദേഷ്യത്തില് ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത ശേഷം അയാൾ തിരിച്ചു വരുമ്പോഴും മാധവി ആ നിലത്ത് അങ്ങനെ കിടക്കുകയാണ്. ഇത് കണ്ടതും അയാൾക്ക് വല്ലാതെ പരിഭ്രാന്തിയാവുകയാണ്. അയാൾ അവളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചുവെങ്കിലും അവളിൽ നിന്ന് ഒരു തരത്തിലുള്ള മറുപടികളും ഉണ്ടായില്ല. പേടിച്ചു വിറച്ചുകൊണ്ട് അയാൾ തന്റെ കരങ്ങൾ അവളുടെ മൂക്കിന് സമീപത്തായിട്ട് വയ്ക്കുകയാണ്, ശ്വാസോച്ഛ്വാസം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ അത് നിരാശയായിരുന്നു അയാൾക്ക് സമ്മാനിച്ചത്. അവളിൽ ശ്വാസോച്ഛ്വാസം നിലച്ചിരുന്നു. മാധവി മരിച്ചു. പേടിച്ചു വിറങ്ങലിച്ചു പോയ ആ മനുഷ്യൻ തന്റെ ഒരു നിമിഷത്തെ കോപത്തിൽ താൻ എന്താണ് ചെയ്തെന്ന് ഓർത്ത് പൊട്ടിക്കരയുകയാണ് അവിടെ ഇരുന്ന്. അങ്ങനെ ഒരുപാട് നേരം പൊട്ടിക്കരഞ്ഞ ശേഷം ഈ ഗുരുമൂർത്തി ചിന്തിക്കുകയാണ്, ഇനി എന്താണ് ചെയ്യാൻ പറ്റുക? ഈ ഒരു കേസ് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ തനിക്കത് വലിയ നാണക്കേടാണ്. അത് മാത്രമല്ല താൻ ജയിലിലാവും, ശിഷ്ടജീവിതം ജയിലിൽ തന്നെ കഴിക്കേണ്ടി വരുമെന്നെല്ലാം അയാൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. ഒട്ടും വൈകാതെ തന്നെ ഈ സ്വന്തം ഭാര്യയുടെ, മാധവിയുടെ ബോഡി അയാൾ ബാത്റൂമിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോവുകയാണ്. ആ കുറ്റബോധം മാറി ആ ക്രൈമിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന ചിന്ത അയാളിൽ എപ്പോ തുടങ്ങിയോ അപ്പോൾ മുതൽ അയാളിൽ ഉറങ്ങിക്കിടന്ന മൃഗീയ വാസന ഉണരുകയാണ്. ഉടൻ തന്നെ അയാൾ ഫോൺ എടുത്തിട്ട് യൂട്യൂബിലും ഒപ്പം തന്നെ ഗൂഗിളിലൊക്കെ പലതരത്തിലുള്ള സെർച്ചിങ് നടത്തുകയാണ്. ആ സെർച്ചിങ് ഇങ്ങനെയായിരുന്നു അയാൾ കൊടുത്തിരുന്ന കണ്ടന്റ്. കൊലപാതകത്തിന് ശേഷം പോലീസ് അറിയാതെ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള തെളിവുകളും അവശേഷിപ്പിക്കാതെ ബോഡി എങ്ങനെ നശിപ്പിക്കാമെന്ന് നോക്കുകയാണ്. അങ്ങനെ സെർച്ച് ചെയ്ത് പലതരത്തിലുള്ള ക്രൈം വീഡിയോസ് എല്ലാം കണ്ട ശേഷം അയാൾക്ക് പുതുതായി ഒരു ഐഡിയ കിട്ടുകയാണ്. ആ ഐഡിയയുടെ ഭാഗമായിട്ട് അയാൾ ആദ്യം ചെയ്യാൻ തീരുമാനിച്ചത് ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. അതിനു വേണ്ടിയിട്ട് ഗുരുമൂർത്തി ചെയ്തത്, ഗുരുമൂർത്തിയും മാധവിയും കൂടി എല്ലാ ദിവസവും അവിടുത്തെ ഒരു തെരുവ് നായ്ക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിനാൽ തന്നെ ഗുരുമൂർത്തിയും ഭാര്യയുമായിട്ട് ആ പട്ടിക്ക് നല്ല ഇണക്കമായിരുന്നു. ഇയാൾ കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് ആ പട്ടിയുടെ സമീപത്ത് നിന്നിട്ട് അതിനെ മാടി മാടി പതുക്കെ വിളിച്ച് അവരുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഉള്ളിൽ കയറിയ ശേഷം വാതിലടച്ച് വലിയൊരു വടി കൊണ്ട് ആ പട്ടിയുടെ ജീവൻ അപഹരിച്ചെടുക്കുകയാണ്, തല്ലിക്കൊല്ലുകയാണ് ആ പട്ടിയെ. അതിനുശേഷം അതിന്റെ തോലെല്ലാം മുരിച്ചിട്ട് അതിനെ ചെറിയ പീസുകളാക്കി അയാൾ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. അങ്ങനെ പരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം അയാൾക്ക് മനസ്സിലായി ഇത് വിജയിക്കാൻ ചാൻസ് ഉള്ളതാണെന്ന്. ആ പരീക്ഷണം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ യഥാർത്ഥ കഥയിൽ സംഭവിച്ചതിലൂടെ പറഞ്ഞു പോകാം. ഇനിയാണ് ഞാൻ പറഞ്ഞ ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറാൻ പോകുന്നത്. ഇത്ര വർഷം തന്നോടൊപ്പം ജീവിച്ച, തന്റെ പ്രാണനായിട്ട് ശരീരവും മനസ്സും പങ്കുവച്ച ആ ഭാര്യയെ 2 വലിയ കറിക്കത്തികൾ ഉപയോഗിച്ച് അയാൾ കണ്ടം തുണ്ടം വെട്ടി പീസാക്കുകയാണ്.
അങ്ങനെ പീസാക്കിയ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഒരു വലിയ ബക്കറ്റിലിട്ട് കഴുകിയെടുത്ത് ആ വെള്ളം കമത്തിക്കളഞ്ഞ ശേഷം നല്ല വെള്ളം നിറച്ച് വീണ്ടും ആ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ അതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ഹീറ്റർ ഉപയോഗിച്ച്, നമ്മൾ സാധാരണ വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹീറ്റർ ഉണ്ടല്ലോ, അതിന്റെ വലിയ ഹീറ്റർ ഉപയോഗിച്ച് ആ ബക്കറ്റിലിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ തിളപ്പിക്കുകയാണ്. ഒറ്റ പ്രാവശ്യം കൊണ്ട് അത്രയും ശരീരഭാഗങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പല തവണയിലായിട്ടാണ് ആ കർമ്മം അയാൾ പൂർത്തീകരിച്ചത്. ഇതിനു ശേഷമാവട്ടെ തൻ്റെ വീട്ടിലെ വലിയ കുക്കറിൽ കൊള്ളാവുന്ന അത്രയും പരമാവധി ഈ മാംസഭാഗങ്ങളെല്ലാം നിറച്ച ശേഷം അത് നല്ല രീതിക്ക് തന്നെ ആവി കയറ്റി അത് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ വേവിച്ചെടുത്ത ആ അവശിഷ്ടങ്ങളിൽ എല്ലും ഒപ്പം തന്നെ തോലും, അതായത് ഇറച്ചിയും സെപ്പറേറ്റായി മാറിയിരുന്നു. അതിനുശേഷം മുഴുവൻ ശരീരഭാഗങ്ങളും ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് വിധേയമാക്കിയ ശേഷം മുകളിൽ ടെറസിൽ കൊണ്ടുപോയി ചെറിയ രീതിക്ക് വെയിലെല്ലാം കൊള്ളിച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുകയാണ്. ആ പേസ്റ്റ് പരുവത്തിലാക്കിയെടുത്ത ശേഷം ചെറിയ ചെറിയ കവറുകളിൽ ആ ശരീരഭാഗങ്ങളെല്ലാം തന്നെ നിറയ്ക്കുകയാണ്. ഈ സമയം എല്ലും തോലും, അതായത് ഇറച്ചിയും ഒന്നും തന്നെ വേർതിരിച്ചറിയാൻ പറ്റാത്ത പരുവത്തിലേക്ക് അതിനെ അയാൾ മാറ്റിയിരുന്നു. അങ്ങനെ ഒരുപാടധികം കവറുകളിലാക്കി നിറച്ച ഈ ശരീരഭാഗങ്ങൾ കൊണ്ട് അയാൾ പുറത്തു പോവുകയും ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലും തോടുകളിലും ഈ കാനകളിലും അങ്ങനെ പല ഭാഗങ്ങളിൽ നിക്ഷേപിച്ച് അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം ജീവനായിട്ട് പ്രണയിച്ച ഭാര്യയുടെ ശരീരഭാഗങ്ങൾ വെട്ടിമുറിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്രൂരത അയാളിൽ ഉറങ്ങിക്കിടന്നിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആ പട്ടിയെയും അയാൾ എന്താണ് ചെയ്തതെന്ന്. അയാൾ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് ആ പട്ടിയെ ഉപയോഗിച്ചത്. അങ്ങനെ ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ പല ഭാഗങ്ങളിൽ നിക്ഷേപിച്ച് തിരിച്ചെത്തിയ അയാൾ വീട് നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കുകയാണ്. ഒരു പോലീസ് ഓഫീസറോ ഫോറൻസിക് ഉദ്യോഗസ്ഥരോ വന്നാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് അയാൾ എല്ലാ പണികളും വളരെ കൃത്യമായി തന്നെ ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഈ ഡ്രാമയിലേക്ക് പിറ്റേ ദിവസം അയാൾ അരങ്ങേറിയത്. ആ ഫോൺ അയാൾ തന്നെ എടുത്ത് സ്വിച്ച് ഓഫ് ആക്കി വച്ചതാണ്. പോലീസിന്റെ വ്യക്തമായ ക്വസ്റ്റ്യനിലൂടെ ഇയാൾ ഇത്രയും സത്യം പറഞ്ഞുവെങ്കിൽ പോലും ഈ തെളിവുകൾ അന്വേഷിച്ചു പോയ പോലീസിന് ഒരു തരി തെളിവുകൾ പോലും കിട്ടിയില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ്. എന്നാൽ ഇയാൾ ഈ പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമാണ്. പോലീസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണോ ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത്. ഗുരുമൂർത്തി പറഞ്ഞ രീതിയിലുള്ള ഒരു തെളിവുകളും വീട്ടിൽ നിന്നോ മറ്റൊരു സ്ഥലത്തു നിന്നോ കണ്ടെത്താത്തതിനെ തുടർന്ന് പോലീസുകാർക്ക് വല്ലാത്ത സംശയം വരികയാണ്. അവർ നല്ല രീതിയിൽ തന്നെ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനിടയിൽ തന്നെ തെലങ്കാനയിലെ ചില മഞ്ഞ പത്രങ്ങളിൽ ഒരു വാർത്ത കൂടി വന്നിരുന്നു. ഗുരുമൂർത്തിക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നും മാധവി അതിനെ കണ്ടുപിടിച്ചതിനെ തുടർന്ന് അവർക്കിടയിലുണ്ടായ വഴക്കിന് ശേഷമാണ് അയാൾ മാധവിയെ കൊലപ്പെടുത്തിയതും എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. അതൊക്കെ എത്രത്തോളം സത്യമാണെന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരുന്നേ ഉള്ളൂ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ സംഭവം നടന്നിട്ട്. പക്ഷെ അയാളുടെ മൊഴി അങ്ങനെ ആയതിനാൽ തന്നെ ഇന്ത്യയെ മൊത്തത്തില് നടുക്കിയൊരു കേസായിട്ട് മാധവിയുടെ കൊലപാതകം മാറുകയായിരുന്നു. ഇനി ഗുരുമൂർത്തി പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയെന്ന് തെളിഞ്ഞാൽ അതിനെ സാധൂകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയാൽ ഇയാൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും. ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് തന്നെ വലിയ ശിക്ഷ കോടതി ഒരുപക്ഷെ വിധിച്ചേക്കാം. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സുകൾ വരുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ ക്രൈമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് രേഖപ്പെടുത്താൻ ഒരു കാരണവശാലും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണും വരെ പ്രിയപ്പെട്ടവർക്കെല്ലാം ബൈ.